കേരളത്തിലെ കുംഭമേള ആയിട്ടുള്ള തിരുനാവായയിലെ മഹാമാഘ മഹോത്സവം എൻ്റെ നാട്ടിലായിട്ട് കൂടി ഞാൻ ഇപ്പോഴാട്ടോ പോകുന്നത്. തിരുനാവായ വഴി പോണേക്കാളും നമുക്ക് കുറച്ചുകൂടി എളുപ്പം തവനൂര് വഴി പോണാണ്. പോണ വഴിക്ക് അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വീട്ടിലോട്ട് തിരിച്ചു പോയാലോ എന്ന് ഞങ്ങൾ ആലോചിച്ചു. അങ്ങനെ തവനൂര് ആശുപത്രിയുടെ അവിടെ വണ്ടി നിർത്തിയിട്ട് തവനൂര് ചെറു തിരുനാവായ ക്ഷേത്രത്തിന്റെ അവിടേക്ക് നമ്മൾ നടന്നിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. പണ്ട് ഈ ഒരു സൈഡിലൊക്കെയാണ് കേട്ടോ സർവോദയമേളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ സർവോദയമേള പോലല്ല കേട്ടോ, ഒരുപാട് ജനങ്ങളാണ് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നത്. അതെനിക്ക് ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായത്. അതുപോലെ തന്നെ മാസ്ക് ഇല്ലാതെ നമുക്ക് ഇങ്ങോട്ട് വരാനേ പറ്റില്ല, അതിന് മാത്രം പൊടിയാണ് ഇവിടെ ഉള്ളത്. കുംഭമേള തുടങ്ങിയ സമയത്ത് നിളാരതി പുഴയുടെ നടുക്കായിട്ടാണ് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അവിടെയാണെന്നുണ്ടെങ്കിൽ VIP-സിനും മീഡിയാസിനും സെപ്പറേറ്റ് റിസർവേഷൻ ഉണ്ട്. ബാക്കി സാധാരണക്കാരൊക്കെ നമ്മൾ പുറത്ത് വേണം ഇരിക്കാൻ വേണ്ടിയിട്ട്. കറക്റ്റ് 7 മണിയാവുമ്പോൾ നിളാരതി തുടങ്ങും. പക്ഷെ 7 മണിക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് തൊട്ടടുത്ത് ഒന്നും കാണാൻ പറ്റില്ല. എല്ലാവരും വന്നതാ ഇതുപോലെ നിറഞ്ഞിട്ടുണ്ടാവും. തൊട്ടടുത്ത് വന്ന് കാണുന്നുണ്ടെങ്കിൽ പല ആൾക്കാരും ഉച്ചയ്ക്ക് 1 മണിക്കും 2 മണിക്കൊക്കെ വന്ന് സ്ഥലം പിടിക്കുകയാണ്. പക്ഷെ ഈ അടുത്തുണ്ടല്ലോ നമ്മുടെ തവനൂര് തീരത്തും നിളാരതി വന്നിട്ടുണ്ട്. പക്ഷെ കുറച്ച് ആൾക്കാരൊക്കെ പറയുന്നത് കേട്ടു ആദ്യത്തെയാണ് ഒറിജിനൽ, മറ്റേത് ഡ്യൂപ്ലിക്കേറ്റ് ആണെന്നൊക്കെ. പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ, 2 സൈഡിലും ചെയ്യുന്നത് ഒരേ പൂജാക്രമങ്ങളും കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പം നിളാരതി നല്ലപോലെ കാണുക എന്നതാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ തവനൂർ സൈഡിൽ പോയി കാണുകയാണ് നല്ലത്. അത് കുറച്ചും കൂടി നമുക്ക് നല്ലപോലെ ഫ്രണ്ടിൽ നിന്ന് കാണാൻ പറ്റും. മാത്രമല്ല അവിടുത്തെ വെള്ളത്തിന്റെ റിഫ്ലക്ഷനും കൂടി ആവുമ്പോൾ അടിപൊളിയാണ് കേട്ടോ. ഒരുപാട് നല്ല ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാൻ പറ്റുന്നത് ഇവിടെ നിന്നാണ്. വാരണാസിയിൽ ഗംഗാരതി പോയി കണ്ട ആളാണ് കേട്ടോ ഞാൻ. ഏകദേശം അതുപോലെ തന്നെയാണ് ഇവിടെ നിളാരതിയും നടത്തുന്നത്. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഇങ്ങനൊരു പരിപാടി നടത്തിയിട്ട് കണ്ടില്ല എന്ന് പറയുന്നത് ഭയങ്കര മോശമാണ്. ഇനിയിപ്പോൾ ഏത് വർഷമാണ് ഇത് ഇവിടെ ഉണ്ടാവുക എന്ന് നമുക്കറിയില്ല. അപ്പോൾ എന്തായാലും മിസ് ചെയ്യേണ്ട, February 3 വരെ മാത്രമാണ് ഈ ഒരു പ്രോഗ്രാം ഉള്ളൂ കേട്ടോ.